നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ മോളി തയ്യാറാക്കിയാലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3 കരിമീനാണ് ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികൾ മീനിന്റെ പുറത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. വേറെ വെള്ളം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ കുക്ക് ആവരുത്, അതായത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുക്ക് വറുത്ത് കോരിയിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറേ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തെങ്കിൽ പിന്നീട് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു, ഒരു 3 കഷ്ണം പട്ട, 2 ഏലക്കായ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക്. പച്ചമുളകിന്റെ കുരുമുളകിന്റെ ഒക്കെ എരിവാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും സവോള ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ ബാക്കി വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. സവോളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നല്ല എരിവുള്ള മുളക് ചേർത്താണ്, പച്ചമുളക് ചേർത്താണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കരിമീൻ ഒരു 10 മിനിറ്റ് ഈ ഒരു ഗ്രേവിയിൽ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാല് 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും അതുപോലെ ഒരു പച്ചമുളക് കീറിയതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് കുറച്ചു നേരം ഇരിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ ശരിയായിട്ട് വരിക. നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ കിട്ടുക.